ഹലോ ട്രേഡേഴ്സ്. ഇന്നലത്തെ ഡെയിലി അനാലിസിസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 25,600 എന്ന് പറയുന്ന ലെവലിന് താഴെയാണ് ഓപ്പണിംഗ് എങ്കിൽ അവിടുന്ന് ഒരു ഫോൾ ഉണ്ടാവുമെന്ന്. ഇന്നത്തെ ഓപ്പണിംഗ് ഏകദേശം ഈ ഒരു റേഞ്ചിലായിരുന്നു. അവിടുന്ന് 25,327 വരെ മാർക്കറ്റ് ഫോളായി. ഏകദേശം 288 പോയിൻറ്റ് നിഫ്റ്റി ഫോളായി. സെൻസെക്സ് 1000-ൽ പരം പോയിൻറ്റ് ഫോളായിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡ് 25,600 PE ആയിരുന്നു എടുത്തിരുന്നത്. അത് 86 എബോവ് ആയിരുന്നു. 170 ആയിരുന്നു എൻ്റെ ഫൈനൽ ടാർഗറ്റ്. 170 ഹിറ്റ് ആവുകയും ചെയ്തു. അതിനിടയ്ക്ക് ഞാൻ ലെവൽസ് കൊടുത്തിരുന്നു. 25,521 എന്ന് പറയുന്ന ലെവൽസ് കൊടുത്തിരുന്നു. ആ ലെവൽസ് എല്ലാം ഹിറ്റ് ആവുകയും ചെയ്തു. അതിനുശേഷം 25,464 കൊടുത്തു. അതും ഹിറ്റായി. മാർക്കറ്റ് നല്ല രീതിയിൽ ഇന്നൊരു പ്രോഫിറ്റ് തന്നു. ട്രെൻഡിങ് ഡേ ആയിരുന്നു. നാളത്തെ ദിവസത്തെ പറ്റി മാർക്കറ്റ് നോക്കുമ്പോൾ സമയത്ത് 4 hour ടൈം ഫ്രെയിമിലാണ് ഞാൻ ഒന്ന് അനലൈസ് ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഒരു ലെവൽ, അതായത് 25,400 എന്ന് പറയുന്ന അല്ലെങ്കിൽ 25,380 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് ഫെയിലായി കഴിഞ്ഞാൽ, ബ്രേക്ക് ആയി കഴിഞ്ഞാൽ 24,000 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരും. വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. മാർക്കറ്റ് നാളത്തെ ദിവസം ഒരു പക്ഷേ കണ്ടിട്ട് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് കണ്ടിട്ട് ഇന്നത്തെ ക്ലോസിംഗ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നാളെ മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 25,450 25,550 എന്ന് പറയുന്ന രണ്ട് ലെവൽസിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. വരുന്ന 2 ദിവസം അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ. അല്ലാത്ത പക്ഷം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഒരു ലെവൽ 25,380 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഹ്യൂജ് ഫോള് മാർക്കറ്റിലുണ്ടാവും. പല സ്റ്റോക്കുകളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ ബിറ്റ്കോയിനിലൊരു ട്രേഡ് എടുത്തിരുന്നു. 64,305 നിന്നായിരുന്നു ആ ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 62,619 ആയിരുന്നു. ഇന്ന് ആ ട്രേഡ് നല്ല രീതിയിൽ എനിക്ക് പ്രോഫിറ്റ് തന്നു. 62,667 വരെ വന്നു. ഞാൻ ഈ റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതുപോലെ ഗോൾഡിൻ്റെ ഒരു ട്രേഡ് കൊടുത്തിട്ടുണ്ട്. ആ ട്രേഡിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 5,365 ആണ്. 5,201 നിന്നാണ് ആ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഇച്ചിരി ലോ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഇടയ്ക്കൊരു സ്വിങ് ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്തിട്ട് കയറി പോകാനാണ് കൂടുതലായിട്ടും സാധ്യതയുള്ളത്.